ഹലോ ഓൾ, വെൽക്കം ടു ക്വിക്ക് ലേൺ PSC. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് വിവരാവകാശ നിയമമാണ്. നമുക്ക് LDCക്ക് ആണെങ്കിലും അതുപോലെ തന്നെ LGS, ഡിഗ്രി പ്രിലിംസ്, ഈ ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്താലും അവിടെയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ് വിവരാവകാശ നിയമം എന്നുള്ളത്. വളരെ ചെറിയൊരു പോർഷനാണ്. ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്താണ് വിവരാവകാശ നിയമം എന്നും ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന ഡേറ്റ് മുതലുള്ള കാര്യമാണ്. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യ നിയമത്തിലെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ അവർ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു കമ്മീഷന്മാരെ നിയമിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മീഷനും ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനും ഉണ്ട്. ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള പൊതു അധികാരികളുടെ കീഴിലുള്ള വിവരങ്ങൾ, അധീനതയിലുള്ള വിവരങ്ങൾ പൊതുജനത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് നമ്മൾ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ നിയമവും ഓടിച്ചെന്നിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഓടിച്ചെന്നിട്ടുണ്ടെങ്കിലും കിട്ടുമെന്നല്ല. അതിൽ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് പരിധികളൊക്കെ ഉണ്ട്. അങ്ങനെ അല്ലാത്ത സാധാരണക്കാരന്റെ സ്വത്തിനോ ജീവനോ ഒക്കെ ഭീഷണിയുള്ള അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇത് 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 19 പ്രകാരമാണ് ഈ ഒരു വിവരാവകാശ നിയമം വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും നമ്മൾ പൗരന്മാർക്കുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വിവരാവകാശ നിയമമൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഈ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഈ വിവരാവകാശ നിയമത്തിന് കാരണമായ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് മസ്തൂർ കിസാൻ ശക്തി സദൻ. മസ്തൂർ കിസാൻ ശക്തി സദൻ, അത് സംഘടന എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ മസ്തൂർ കിസാൻ ശക്തി സദൻ എന്നുള്ളതാണ് വിവരാവകാശ നിയമത്തിന് രൂപീകരണമായ, അതിന് കാരണമായ സംഘടന എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ആദ്യമായി ഒരു സംസ്ഥാനത്ത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. അതും 1997. നോക്കുക, 2005 വിവരാവകാശ നിയമം നമുക്ക് പാർലമെന്റ് പാസ്സാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പേ വന്നതാണ് തമിഴ്നാട്ടിൽ. അവർക്ക് തദ്ദേശീയമായ ഒരു വിവരാവകാശ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു സംസ്ഥാനത്ത് വിവരാവകാശ നിയമം വന്നത് തമിഴ്നാട്ടിലാണ്. ടെലിഫോൺ വഴി ഒരു വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സ്വീകരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പം നമുക്ക് ഈ അപേക്ഷയും കാര്യങ്ങളൊക്കെ വെക്കണം. അത്തരത്തില് ടെലിഫോൺ വഴി ആദ്യമായി ഒരു അപേക്ഷ വന്ന് അത് സ്വീകരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഇനി ഈ ഒരു വിവരാവകാശ നിയമം നമുക്ക് പൗരന്മാരുടെ അവകാശമാണത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ഇൻഫോർമേഷൻ ഓഫീസറുടെ അടുത്താണ്. ഇൻഫോർമേഷൻ ഓഫീസറുടെ അടുത്താണ് നമ്മൾ ഈ അപേക്ഷ കൊടുക്കേണ്ടത്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന്റെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ അടുത്താണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ അടുത്താണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ 30 ദിവസത്തിനകം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണോ അത് നമുക്ക് തരണം എന്നുള്ളതാണ് നിയമം. ഇനി അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസറുടെ അടുത്താണ് നമ്മൾ അപേക്ഷ കൊടുത്തത് എങ്കിൽ 35 ദിവസം സാവകാശമുണ്ട് അവർക്ക്. അതിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യം എന്താണോ അത് തന്നാൽ മതി. എന്നാൽ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള ഒരു കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ, അതിനെപ്പറ്റിയുള്ള വിവരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ 48 മണിക്കൂറിനകം നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയോ ആരെയാണ് നമ്മൾ സമീപിക്കുന്നത് എങ്കിലും ജീവനോ സ്വത്തിനോ ഭീഷണിയുള്ള എന്തോ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ അന്വേഷിച്ചത് എങ്കിൽ 48 മണിക്കൂറിനകം നമുക്ക് അതിന് മറുപടി തരണം എന്നുള്ളതാണ് നിയമം. അത്തരത്തിൽ മറുപടി നൽകിയില്ല എങ്കിൽ 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പിഴയായിട്ട് ഈടാക്കുന്നത്. ഓരോ ദിവസവും 250 രൂപ വീതം പിഴയായി ഈടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കയ്യിൽ നിന്നല്ല കേട്ടോ, നമുക്ക് ഈ ഇൻഫർമേഷൻ തരേണ്ട ഇൻഫോർമേഷൻ ഓഫീസറുടെ അടുത്ത് നിന്നാണ് ഈ ഒരു പിഴ ഈടാക്കുന്നത്.
അപ്പോൾ ഇത്തരത്തില് ഇങ്ങനെ വിവരം ആവശ്യപ്പെട്ടിട്ട് അത് നൽകാതിരുന്നതിന് പേരിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലാണ് അത്തരത്തിലൊരു കേസ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇത്ര ദിവസം കാത്തിരുന്നിട്ട്, അതായത് 30 ദിവസവും 35 ദിവസവും കാത്തിരുന്നിട്ട് നമുക്ക് അതിനുള്ള ആ ഒരു പ്രതിവിധി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി കേസും കാര്യങ്ങളും എല്ലാം അപ്പീലും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 250 രൂപയുള്ള ഈ പിഴയും കാര്യങ്ങളൊക്കെ ഈടാക്കി കഴിഞ്ഞ് ഈ കേസും കാര്യങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ അതിന് തീർപ്പാക്കാൻ വേണ്ടി ഇടപെടാവുന്നത് രണ്ട് ആൾക്കാർക്ക് മാത്രമാണ്, ഹൈക്കോടതിനും സുപ്രീം കോടതിനും. അപ്പൊ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളത്, കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഉള്ളത്. ഇനി വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് അറിയേണ്ട കാര്യം ഇതിന്റെ ഫീസ് എത്രയാണ് എന്നുള്ളതാണ്. 10 രൂപയാണ് ഇതിന്റെ നിരക്ക്. എന്നാൽ BPLന് ഫീസ് ഇല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു സർക്കാരിന്റെ അധീനതയിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി, നമ്മുടെ പൊതുവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിവരാവകാശ നിയമം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് 2 കമ്മീഷനെ രൂപീകരിച്ചിട്ടുള്ളത്. അത് കേന്ദ്ര കമ്മീഷനും ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മീഷനും ഉണ്ട്. ഇതിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 ഒക്ടോബർ 12 തന്നെയാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ് പറയുക. ഓഗസ്റ്റ് ക്രാന്തി ഭവനാണ്. CIC ഭവൻ എന്നും പറയുന്നുണ്ട്. ഇതിനകത്തെ അംഗങ്ങൾ എന്ന് പറയുന്നത് 10 പേരാണ്. അതായത് ചെയർമാനെ കൂടാതെയുള്ള 10 പേരും കൂടെ ഇതിനകത്ത് അംഗങ്ങളായിട്ട് ഉണ്ട്. അതാണ് 1+10 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. നിയമനം നടത്തുന്ന രാഷ്ട്രപതിയാണ്. ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നിയമനം നൽകുന്നത് രാഷ്ട്രപതിയാണ്. ആദ്യത്തെ ചെയർമാന്റെ പേരും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കും. വജാഹത്ത് ഹാജിബുല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ആദ്യത്തെ ചെയർമാനാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ ചെയർമാനാണ് ദീപക് സന്ധു എന്നുള്ളത്. ആദ്യത്തെ വനിതാ ചെയർമാനാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ളത് യാഷ് വർദ്ധൻ കുമാർ സിൻഹയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രൂപീകൃതമായത് 2005 ഡിസംബർ 12 ബാക്കിയുള്ളതൊക്കെ ഒക്ടോബറിൽ വന്നപ്പോൾ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡിസംബർ 19 ആസ്ഥാനം തിരുവനന്തപുരം. ഇവിടെയും അംഗങ്ങളുടെ എണ്ണത്തിനകത്ത് മാറ്റമൊന്നുമില്ല. 10 അംഗങ്ങളും അതുപോലെ തന്നെ ഒരു ചെയർമാൻ കൂടാതെ നമുക്ക് 10 അംഗങ്ങൾ കൂടിയുണ്ട്. നിയമനം നടക്കുന്നത് ഗവർണറാണ് നിയമനം നടത്തുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് പാലാട് മോഹൻദാസും ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് വിശ്വാസ് മേത്തയുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.